ഇടവേള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാളായി എല്ലാവരും ചോദിക്കുന്നു എന്താണ് സ്റ്റിച്ചിങ് വീഡിയോ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാത്തതെന്ന് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, കസ്റ്റമേഴ്സിന് ചെയ്ത സ്റ്റിച്ചിങ് ഒന്നും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാറില്ല. എനിക്കോ അല്ലെങ്കിൽ പിള്ളേർക്കോ വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യേണ്ടി വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനും കൂടുതൽ സമയം പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കുറച്ചായിട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റും എല്ലാം കൂടിയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. വേറെ ഒന്നുമല്ല, ഇത് കുറേ തുണി, ഇതെന്റെ കട്ട് പീസ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ കട്ട് പീസ് തുണി ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ കമ്പി കുത്തിക്കരുത്, ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഞാനെടുത്ത് കളയുകയാണ് ചെയ്യുക. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിക്കാം. ഇതിപ്പോൾ ഇവിടെ വേസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് ഞാനിങ്ങനെ നിറഞ്ഞു വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു സോഫ പോലെ ഒരു സീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഇരിക്കണേ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പഴയ ഇപ്പോൾ കട്ട് പീസ് തുണികൾ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ പഴയ ദുപ്പട്ട, കുറേ കുർത്തികൾസൊക്കെ ഇങ്ങനെ പഴയ തുണികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ നമ്മുടെ അലമാരയിൽ. അപ്പം അതൊക്കെ ഇങ്ങോട്ട് എടുക്കുക പുറത്തേക്ക്. എന്നിട്ട് ഒരു 5 പൈസയുടെ ചിലവില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലോർ സോഫ ഉണ്ടാക്കാം കേട്ടോ. എത്ര നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് തുണി ഉള്ളതെന്നുള്ളതിനനുസരിച്ച് നമുക്ക് വലുതോ ചെറുതോ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം എൻ്റെ ഒരു സൈസിലുള്ള അനുസരിച്ചാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ആദ്യം നമുക്ക് മുകളിലും താഴെയും ഒരു റൗണ്ട് പീസ് വേണം. അതിങ്ങനെ പിന്നെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിൽ ആക്കാം, റെക്ടാങ്കിളോ അല്ലെങ്കിൽ റൗണ്ടോ. ഞാനിപ്പോൾ റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുകളിലത്തെ പീസിന് വേണ്ടി ഇങ്ങനെയുള്ള ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ, പിള്ളേരുടെ ഫ്രോക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഫ്രോക്കൊക്കെ ആണെങ്കിൽ ഞാനിതിങ്ങനെ ഡൊണേറ്റ് ചെയ്യുക. അവിടെ ഒരു ആശാഭവൻ ഉണ്ട്, അവിടെ കൊണ്ടുകൊടുക്കുക ചെയ്യുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കീറിയതൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല ഇടാൻ പറ്റിയ തുണികളല്ലേ കൊടുക്കുന്നത് നല്ലത്. അപ്പം ഇതൊന്നും ഇടാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ തുണികളാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് അളവൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയുള്ള ലൈൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ മുകളിലേക്ക് താഴേക്കും വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഉള്ള കുറേ ഉടുപ്പുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അളവൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു ഫ്ലോർ സോഫ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. 5 പൈസ ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള തുണികളൊക്കെ, പഴയ തുണികളൊക്കെ വെച്ചിട്ടൊരു ഫ്ലോർ സോഫ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ കുറച്ച് തുണികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 3 ഫ്രോക്ക് കട്ട് ചെയ്തിട്ടുള്ള തുണികളാണ് കേട്ടോ. ഇതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് 2 സൈഡും 7.5 ആണ് വന്നേക്കുന്നത് കേട്ടോ. 7.5 ആണ് 2 സൈഡിലും എടുത്തേക്കുന്നത്. ഇപ്പൊ ഇതേ 2 ഫ്രോക്കിന്റെ ഇതേ ലൈൻസ് ഉള്ള ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പാറ്റേൺ ആണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കിൽറ്റ് പാറ്റേണിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഈ ഒരു പാറ്റേണിനെ കിൽറ്റ് പാറ്റേൺ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ഇത് സാധാരണ ഒരേ കളറില് പല ഡിസൈനിൽ വരും. അതല്ലാന്നുണ്ടെങ്കിൽ പല കളറിൽ ഒരേ ഡിസൈനിൽ, അങ്ങനെയാണ് കിൽറ്റിന്റെ സാധാരണയുള്ള ഡിസൈൻ വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാ വെക്കണേ നോക്കാം. ഇതേപോലെ 3 ലൈനാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇതിന്റെ മുകളിൽ ഇത് വെക്കണം, ഒന്നിന്റെ മുകളിൽ ഇത് വെച്ച് തയ്ച്ചിട്ട് നമ്മളിങ്ങനെ മറിക്കുക. അതുപോലെ ഇതിന്റെ മുകളിൽ ഇത് നല്ല വശം വെച്ച് തയ്ക്കുക, ഇങ്ങനെ മറിക്കുക. ഇതുപോലെ ഇത് ഒരു ലൈന്, അതുപോലെ 2ാമത്തെ ലൈൻ, 3ാമത്തെ ലൈൻ, ഇങ്ങനെ 3 ലൈനാണ് തയ്ച്ചു വെക്കുന്നത് കേട്ടോ. തയ്ച്ചിട്ട് കാണിക്കാം. ഇതിപ്പോ മുകളിലേക്കും താഴേക്കും ഉള്ളത് 2 എണ്ണം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിലേക്ക് വരുന്ന, ഇത് താഴെ, ഇങ്ങനെ 2 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഞാൻ സർക്കിൾ ആയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നന്നായി ഒന്ന് അയൺ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് സർക്കിൾ ആയിട്ട് കട്ട് ചെയ്യാൻ, ഒന്നുകിൽ നമ്മൾ ഇതിങ്ങനെ മടക്കിയിട്ടിട്ട്, ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താൽ കറക്റ്റ് സർക്കിൾ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താലും മതി. ഇതുപോലെ വലിയ ഏതെങ്കിലും സർക്കിൾ ആയിട്ടുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. നമ്മൾ ഏതെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ വട്ടത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ്, കുറച്ച് വലിയ സർക്കിളാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ 2 സർക്കിൾ ഇപ്പൊ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് സ്റ്റിച്ച് ചെയ്യണതിന്റെ കൂടെ. അപ്പൊ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിത് ഇതുപോലുള്ള ഡോട്ട്സ് ഉള്ള പ്രിന്റ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം കേട്ടോ. ഇതിപ്പോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഡോട്ട്സിന്റെ പ്രിന്റ് എടുത്തു എന്നേ ഉള്ളൂ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം.
ഇനി ഇതിന്റെ നീളം നമുക്ക് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത്രയും നീളം വേണം നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ എനിക്ക് വന്നേക്കുന്ന നീളം എന്ന് പറയുന്നത് ഇപ്പൊ 7.5 നമ്മൾ ഇങ്ങനെ 3 ലെയർ വെച്ച് സർക്കിൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതേ മെഷർമെന്റ് ടേപ്പ് ഫുൾ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 65 ഇഞ്ച് നീളം എനിക്ക് വേണം. അപ്പൊ ഈ ഒരു ഡോട്ട്സിന്റെ ഡിസൈൻ ഞാൻ 65 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാകെ 3 ഫ്രോക്കാണ് വേണ്ടി വന്നുള്ളൂ കേട്ടോ. കുഞ്ഞു ഉടുപ്പുകളാണ്, അത് 3 വേണ്ടി വന്നുള്ളൂ. 65 ഇഞ്ച് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൂട്ടി തയ്ക്കണം. ഇതിന്റെ നല്ല വശവും ചേർന്ന് വരുന്ന ഭാഗത്ത് സൈഡ്സ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ സൈഡും നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് തയ്ച്ചു പോവാം. മുകളിലും താഴെ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇതിങ്ങനെ 2 സൈഡും നല്ല വശം ചേർത്തിട്ട് കാണിക്കാം. ഇതുപോലെ നമ്മൾ 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. ഈ 2 സർക്കിളും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതില് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഒരു സൈഡ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇതിൽ വേണം നമുക്ക് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം, നല്ല വശത്തോട്ട് തിരിച്ചിടാം. ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ സോഫ റെഡി ആയിട്ടുണ്ട്, കവർ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫില്ലിങ്സ് നിറയ്ക്കേണ്ടത്. അപ്പൊ ഇത് ഫില്ലിങ്സ് ഇപ്പൊ നമ്മുടെ കട്ട് പീസ് അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സോഫ്റ്റ് ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ, ഇത് തന്നെ നിറയ്ക്കണം, ഇത്രയും തുണി തന്നെ നിറയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ എൻ്റെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സോഫ്റ്റ് ടോയോ ഒക്കെ ഉണ്ടാവുമല്ലോ പഴയത്, അപ്പൊ അതിന്റെ സ്പഞ്ച് അതൊക്കെ നിറയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ എൻ്റെ ഉള്ള ഇങ്ങനത്തെ ഈ കട്ട് പീസ് ഒക്കെയാണ് നിറയ്ക്കുന്നത്. അപ്പൊ ഇതുപോലെ വലിയ വലിയ പീസുകളായിട്ട് നിറയ്ക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല പുഫി ആയിട്ട് ഇരിക്കുള്ളൂ. ഞാനിതിപ്പോ ഇങ്ങനെ എല്ലാം കൂടെ തീർക്കാൻ വേണ്ടി നിറയെ നിറച്ച് വെച്ചിട്ടോ. ശരിക്കും ആ പീസുകളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയെ കട്ട് പീസ് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ നിറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഇങ്ങനെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനം കുറച്ച് സോഫ്റ്റ് ടോയുടെ ഉള്ളിലുള്ള സ്പഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തരി മുകളിൽ മാത്രം. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ തുന്നിയെടുക്കാം, കൈത്തുന്നിൽ തുന്നിയെടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ഫ്ലഫി ഫ്ലോർ സോഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തുന്നലൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ പഴയ തുണി കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാം, നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇത് പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ കുഷ്യൻ ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കൂടെ തുന്നി വെച്ചാൽ ശരിക്കും ഒരു സോഫ പോലെ ഇരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ വോളിന്റെ അവിടേക്ക് നീക്കിയിട്ടിട്ട് കുഷ്യൻ വെച്ചാൽ നല്ലൊരു സീറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.